മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും 4 ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു മധുരമുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരിക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 250 ml മെഷറിംഗ് കപ്പിന് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതിയോളം ഒരു നാളികേരം ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയാണ്. ഇത് എണ്ണം കുറച്ച് കൂടുതലുണ്ട്. ഇതുപോലെ 2 അച്ച് കൂടിയതാണ് നാട്ടിലത്തെ ഒരച്ച്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. നമുക്ക് ഈ നാളികേരം അതിൻ്റെ പുറം ഭാഗം ആ ചുമന്ന കളറൊക്കെ നീക്കം ചെയ്ത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഈ നാളികേരത്തിന് ഇത്രയും കളർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഒരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം നമ്മളെടുത്ത റവയുടെ ഡബിളായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഈ ശർക്കര എടുത്തിടാം. ഇതുപോലത്തെ ഒരു 13 പീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നാട്ടിലത്തെ അച്ചാണെങ്കിൽ ഒരു 6 or 7 അച്ചെടുത്താലും മധുരം ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാവും. ഇനി ഈ ശർക്കര നന്നായിട്ട് നമുക്ക് അലിയിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് തന്നെ അത് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നേരെ റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ വേവിച്ചെടുക്കണം റവ നന്നായിട്ട്. കുറച്ച് നേരം പിന്നീട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റോളം അത് ഇളക്കി കൊടുത്താൽ നമുക്ക് നന്നായിട്ട് കിട്ടും. കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ ഉടച്ച് നന്നായി വേവിച്ചിട്ട് ഉരുട്ടിയെടുക്കണം. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാനിൽ ഒട്ടി പിടിക്കുക. അതുപോലെ ഇനിയിപ്പോൾ ചീനച്ചട്ടി ആണെങ്കിലും അതിൽ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്കിത് പാനിൽ വെച്ച് ഒരു ബോൾ മാതിരിയാക്കി എടുക്കണം. വെള്ളം നന്നായി വറ്റി വരണം. നമ്മൾ ഈ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ പാനിൽ വെച്ചിട്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനി നമുക്കൊരു കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ചൂട് പോണ വരെ നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു 2-3-4 മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ചൂടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഈ നാളികേരം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം ഒന്നും കൂടി. അത് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു. ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. കൈ പൊള്ളിപ്പോവാതെ ശ്രദ്ധിക്കണം. റവ ആയതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ ആയാൽ നമുക്ക് ചൂട് കൂടുതലാവും. അപ്പോൾ എനിക്കിത് നന്നായിട്ട് തണുത്ത് കുഴച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. കയ്യിലൊരു ലേശം കൂടി നമുക്ക് എണ്ണ തടവിയിട്ട് ഒന്നും കൂടി അത് മയം വരാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കാം. തീരെ അത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ. ഇനി വേണ്ടത് ഇത് നമുക്ക് പരത്തിയെടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ചപ്പാത്തി പലകയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് സൗകര്യം പോലെ എന്തിൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്താം. അതിൻ്റെ മീതെയും കുറച്ച് എണ്ണ തടവി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും. അതിൽ ചപ്പാത്തി കോലിലും ആ പലകയിലും ഒക്കെ നമുക്ക് ഇതുപോലെ എണ്ണ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് നമുക്കത് 2 ഭാഗം ഉരുള നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം. ഞാനിപ്പോൾ 2 ഭാഗമാക്കിയിട്ടാണ് എടുത്തത്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. വല്ലാതെ കനം കുറയ്ക്കരുത്. കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം നമുക്കിത് പരത്തി കൊടുക്കാനായിട്ട്. ഇനി ഒരു കട്ടർ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യണത്. എൻ്റെ അടുത്ത് കട്ടർ ഉള്ളതുകൊണ്ട് ഞാനിത് വെച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള വല്ല മൂടി വെച്ചിട്ട് എടുത്താലും മതി. ഇതുപോലെയാണ് നമുക്കിത് കിട്ടേണ്ടത്. കണ്ടില്ലേ, ഇതിൻ്റെ കനമൊക്കെ ഇതുപോലെ
കട്ട് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് കിട്ടണം ഈ പലകയുമ്പെന്ന്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. വീണ്ടും നമ്മൾ ഈ ബാലൻസ് വന്നത് നമുക്ക് പരത്തിയെടുക്കണതിൽ ചേർത്ത് പരത്താം. ഇങ്ങനെയാണ് വേണ്ടത്. കനം തീരെ കുറഞ്ഞു പോരുത്. കുറച്ച് കട്ടിയിലായിട്ട് തന്നെ ഇതുപോലെ എടുക്കണം. ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വറുത്തെടുക്കണത് നോക്കാം. വീണ്ടും പാൻ അടുപ്പത്ത് വെക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ റവ ആയതുകൊണ്ട് കുറച്ച് എണ്ണ കുടിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ എണ്ണയിൽ മുക്കി വറുത്തെടുക്കരുത്. ഇതുപോലെ എണ്ണ ചൂടായാൽ ഓരോന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ മതിയാവും ഇതിന്. ഇത് രണ്ട് സൈഡ് ഇനി ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുക്കാം. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. പതുക്കെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്, കാരണം വെന്ത് കിട്ടണം. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഈ റവ വേവിച്ചിട്ടാണല്ലോ ഇതുപോലെ പരത്തിയത്. അതുകൊണ്ട് വെന്ത് കിട്ടാനൊന്നും പ്രയാസമില്ല. എന്നാലും കുറച്ച് പതുക്കെ ആയിട്ട് തന്നെ ഇത് എണ്ണയിൽ കടന്നിട്ട് മൊരിഞ്ഞ് കിട്ടണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണത്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. പെട്ടെന്ന് നമുക്ക് ഈ റവ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ഓരോരോ വിധത്തിലുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോഴും നമുക്ക് മധുരം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾ മുതിർന്നവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കും. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്, മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. എണ്ണ വളരെ കുറച്ച് മതി. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ ഞാൻ എല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും റവയൊക്കെ സാധാരണ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനൊന്നും മറക്കരുത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.